ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തക്കാളി മോര് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി അധികം പുളിയില്ലാത്ത ഒരു 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് ഈ വിസ്ക് വെച്ചൊന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ലൂസായി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കറിക്ക് ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ: ഒരു 5 ചുമന്നുള്ളിയും ഒരു 4 പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 2 മീഡിയം തക്കാളി അരിഞ്ഞത്, ഒരു 2 കറിവേപ്പില, മസാലപ്പൊടിക്ക് മഞ്ഞൾപ്പൊടി, എരിവെള്ള മുളക് പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, കടുക്, ഉലുവ. ഇത്രയും സാധനമാണ് ഈ കറിക്ക് ആവശ്യമുള്ളത്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരു വിസ്ക് വെച്ച് മോര് നല്ലതുപോലെ കടഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. തക്കാളിക്ക് നല്ല പുളിയാണ്, അതുകൊണ്ട് നമുക്ക് അധികം പുളിയില്ലാത്ത തൈരാണ് വേണ്ടത്. ലൂസായിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. തക്കാളി മോര് കറി ഉണ്ടാക്കുന്നതിനായി ഒരു കടായി അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിക്കാം. കടായി ചൂടാകുമ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് പൊട്ടിക്കുന്ന സമയം നമുക്ക് 2 വറ്റൽമുളകും കൂടെ ചേർക്കണം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ വേണമെങ്കിൽ നമുക്ക് പൊടിയായും ചേർക്കാം, പക്ഷെ ഞാൻ ഉലുവായിട്ട് തന്നെയാണ് ചേർക്കുന്നത്. ഇതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ 2 ഉണക്കമുളക് 2 കീറിയത് ഇടാം. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. ചെറുതായി ഒന്ന് നോക്കുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. കറിവേപ്പിലയും ചേർക്കാം. ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ചെറുതായി ഒന്ന് വഴലുമ്പോൾ അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയും കൂടെ ചേർക്കാം. മിക്സ് ചെയ്യാം. എല്ലാം ചെറുതായി ഒന്ന് വഴലുമ്പോൾ പഴുത്ത 2 ചെറിയ തക്കാളി അരിഞ്ഞത് കൂടെ ചേർക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് വരെ ഒന്ന് വേവിക്കാം. നമുക്ക് ലിഡൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. തക്കാളിയെല്ലാം നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. മോര് ചേർക്കാം. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം.
അധികം ചൂടാകരുത്. ചെറുതായി ഒന്ന് ചൂടായാലും, ഒരുപാട് ചൂടായാൽ പിരിഞ്ഞു പോകും, പിന്നെ ഇതൊന്നിനും കൊള്ളില്ല. ഈ സമയം നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം നല്ലതായി മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കും. ചെറുതായി ഒന്ന് ചൂടാകുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. തക്കാളി മോര് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഈ മോര് കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടമുള്ള കറിയാണ്. ഞങ്ങൾ എപ്പോഴും ഇത് വീട്ടിലുണ്ടാക്കുന്ന കറിയാണ്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. മോര് കറി നമുക്കിനി തുറന്ന് തന്നെ വെക്കണം. അടച്ചു വെച്ചാൽ ചൂട് കൊണ്ട് ചിലപ്പോൾ പിരിഞ്ഞു പോകും. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. തണുക്കട്ടെ. തക്കാളി മോര് കറി റെഡി. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം.